അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലിയത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ്. വഖാല അഹമ്മദ് ബിനിൽ വർദ്, അഹമ്മദ് ബിനിൽ വർദ് പറഞ്ഞു, ഇന്ന വലിയല്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ വലിയ, അള്ളാഹുവിൻ്റെ ആത്മമിത്രം, ഇദാ അറാദ സലാസത്ത അഷ്യാ, അദ്ദേഹം 3 കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിൻ്റെ വലിയ, അള്ളാഹുവിൻ്റെ ആത്മമിത്രമായ ആൾ 3 കാര്യങ്ങൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, സാദ മിൻഹ സലാസത്തു അഷ്യാ, അതിൽ 3 കാര്യങ്ങൾ വർദ്ധിച്ചു വരും. 3 കാര്യങ്ങൾ അള്ളാൻ്റെ വലിയ ആഗ്രഹിച്ചാൽ 3 കാര്യങ്ങളും കൂടി അതിൽ വർദ്ധിച്ചു വരും. ഒന്നാമത്തെ കാര്യം, ഇദാ സാദ ജാഹുഹു, അയാളുടെ പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കുകയാണ് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിച്ചു വരികയാണെന്ന് വിചാരിച്ചാൽ, കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അറിവ് വർദ്ധിച്ചു വന്നാൽ, സാദ തവാളുഹു, അദ്ദേഹത്തിൻ്റെ വിനയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയാൽ അദ്ദേഹം വിനയം വളരെ കൂടിയ അവസ്ഥയിലായിരിക്കും. ആരോടും ഉയർന്ന തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എത്രയോ ഉയർന്നു പോയി എന്ന രൂപത്തിലുള്ള ഒരു സംഗതിയും ആ വലിയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അയാൾ അങ്ങേയറ്റത്തെ വിനയാന്വിതനായി മാറുകയാണ് ചെയ്യുക. വൈദാ സാദ മാലുഹു, ഇനി അയാൾക്ക് സമ്പത്ത്, ധനം വർദ്ധിച്ചു വന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സാദ സഹാഉഹു, അയാളുടെ ഔദാര്യവും വർദ്ധിക്കും. അയാൾക്ക് സാമ്പത്തികമായി വല്ല മെച്ചം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ഉദാരത, ഔദാര്യം വളരെ വർദ്ധിക്കും. മറ്റുള്ളവർക്ക് അദ്ദേഹം ദാനധർമ്മങ്ങൾ വളരെ കൂടുതലായി ചെയ്യും. ധനപരമായി അദ്ദേഹം മറ്റുള്ളവർക്ക് വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. വൈദാ സാദ ഉംറുഹു, ഇനി അയാളുടെ പ്രായം വർദ്ധിക്കുകയാണ്, വയസ്സിങ്ങനെ കൂടി വരികയാണെന്ന് വിചാരിച്ചാൽ, സാദ ഇജ്തിഹാദുഹു, അദ്ദേഹത്തിൻ്റെ ത്യാഗപരിശ്രമങ്ങൾ വളരെ കൂടും. അദ്ദേഹം ആ വയസ്സിലും അത്യധ്വാനം നടത്തിക്കൊണ്ടിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതല്ല, കൂടുതൽ ഔത്സുക്യത്തോടു കൂടിയിട്ട് കൂടുതൽ അധികമായിട്ട് അദ്ദേഹം പരിശ്രമിക്കാൻ തുടങ്ങും. ത്യാഗപരിശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ 3 സംഗതികളും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ ഔലിയാ എന്നാണ്, അല്ലെങ്കിൽ വലിയ എന്നാണ് അഹമ്മദ് ബിൻ വർദ് പറയുന്നത്. ഒരാൾക്ക് അയാളുടെ പ്രശസ്തി വർദ്ധിച്ചു വരികയാണെന്ന് വിചാരിച്ചാൽ അയാൾ ഞാനെവിടെയോ ആണ് എന്ന രൂപത്തിലേക്ക് ചിന്തിച്ച് പോവല്ല ചെയ്യുക. അള്ളാൻ്റെ വലിയാണെന്ന് വിചാരിച്ചാൽ അയാളുടെ വിനയം അങ്ങേയറ്റം കൂടുകയാണ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക്, അങ്ങേയറ്റം താഴ്മ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന അവസ്ഥയിലായിരിക്കും അയാളുണ്ടാവുക. ധനപരമായി അയാൾക്ക് വല്ല മികവും വന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ജനങ്ങൾക്ക് അതുകൊണ്ട് പരമാവധി സഹായിക്കാൻ അദ്ദേഹം തയ്യാറാവും എന്നതാണ് അള്ളാൻ്റെ വലിയൻ്റെ മറ്റൊരു സവിശേഷത. മറ്റൊന്ന്, വയസ്സ് വർദ്ധിക്കുമ്പോൾ അയാൾ അതിനനുസരിച്ചുകൊണ്ട് ഇജ്തിഹാദ്, ത്യാഗപരിശ്രമങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തന്നാൽ കഴിയുന്ന എന്തൊക്കെയുണ്ടോ അത്രയും അത്യധ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സമർപ്പിതനാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഈ തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നതെന്നർത്ഥം. ഈ 3 ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ വലിയ എന്ന് അഹമ്മദ് ബിൻ വർദ് സൂചിപ്പിക്കുകയാണ് ഈ ഹലിയത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിലൂടെ. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യം ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.